ഇന്നലെ ഏതാണ്ട് 11 മണിയോടുകൂടി മെഡിക്കൽ കോളേജിൽ എത്തിയിട്ട് ഇന്നലെ രാത്രി വൈകിയാണ് ഈ ബോഡി കയറ്റി വിട്ടതിന് ശേഷം മെഡിക്കൽ കോളേജിൽ നിന്ന് ഞങ്ങൾ തിരിച്ചു പോരുന്നത്. മുഖ്യമന്ത്രി മെഡിക്കൽ കോളേജിൽ എത്തിയതാണോ ഒന്നവരെ കാണാനായിട്ട്? ഇല്ല, അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ഈ മോർച്ചറിക്കകത്താണ് ബോഡി മോർച്ചറിക്കകത്ത് സാറിന് കയറി കാണാൻ ആരും പോകാറില്ല, കയറ്റാറുമില്ല. പിന്നെ അവിടെ ഈ മറ്റ് അതിന്റെ ആവശ്യം നിങ്ങളുടേതായിരുന്നു. എന്ന് വെച്ചാൽ ചാനലുകാർക്ക് മുമ്പിൽ ഷോ കാണിക്കാൻ കുറെ ആളുകൾ ബഹളമായിട്ട് അവിടെ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് മിനിസ്റ്ററുടെ ആരോഗ്യമന്ത്രി ഇറക്കിക്കൊണ്ട് പോകണമെന്ന് ചില ആളുകൾ വളം വെക്കുന്നുണ്ട്. അപ്പൊ അങ്ങനൊരു ബഹളത്തിനൊക്കെ സീനുണ്ടാക്കുന്ന പണിയല്ല ആരോഗ്യമന്ത്രിക്കും മറ്റു മന്ത്രിമാർക്കും മുഖ്യമന്ത്രിക്കും ഒക്കെ ഉള്ളത്. മറിച്ച് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം കൃത്യമായി അവിടെ കേന്ദ്രീകരിച്ചിരുന്ന് ഇന്നലെ അവിടെ ചെയ്യേണ്ട അടിയന്തര കാര്യം, ഒന്ന് ആക്സിഡന്റ് പറ്റിയപ്പോൾ അതിന് വളരെ പെട്ടെന്ന് ചെയ്യേണ്ട രക്ഷാദൌത്യം, 2 പരിക്ക് പറ്റിയവർക്ക് ചികിത്സ, 3 മരിച്ചവരുടെ പോസ്റ്റ്മോർട്ടം, 4 തുടർന്ന് ആ കെട്ടിടത്തിൽ മറ്റ് അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ അവിടെയുള്ള 6 വാർഡുകളിലെ 360 രോഗികളെ നമ്മൾ പുതുതായി പണിതിട്ടിരിക്കുന്ന ബെഡിലേക്ക് മാറ്റുക. അത് ഇന്നലെ രാത്രി തന്നെ നടന്നു. അതുൾപ്പെടെ ബാക്കിയുള്ള ആർക്കും ഇനി ഒരു ആപത്ത് വരാതിരിക്കാനുള്ള മുൻകരുതൽ സ്വീകരിക്കുന്ന കൃത്യമായ നടപടികളായിരുന്നു അവിടെ നടന്നുകൊണ്ടിരുന്നത്. അത് രാത്രിയോടുകൂടിയാണ് ഫിനിഷ്. രാത്രി 1 മണിയായി തീരുമ്പോൾ. അപ്പോൾ അത്തരം കാര്യങ്ങൾ ചെയ്യുകയാണ് അവിടെ അടിയന്തരമായി. അതോടൊപ്പം തന്നെ ഇന്ന് ബാക്കി കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുള്ളൂ. ആ സമയമാകുമ്പോൾ ഇവരോട് ആശയവിനിമയം നടത്തി വൈകുന്നേരം ആകുമ്പോഴേക്ക് ഗവൺമെന്റിന്റെ അഭിപ്രായമായിട്ട് ഞങ്ങളോട് എത്തിച്ചേരുമെന്ന് പറഞ്ഞ് കൃത്യമായി വന്നു. അതുകൊണ്ട് ഇതിന്റെ ഇന്നലെ തന്നെ ഈ പോസ്റ്റ്മോർട്ടം നടക്കുന്നത് കളക്ടറെ കൊണ്ട് ഞങ്ങൾ വിളിച്ചു വരുത്തി. ആ സമയത്ത് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഉത്തരവിട്ടാണ് ഇന്നലെ തന്നെ പോസ്റ്റ്മോർട്ടം നടന്നത്. ഞങ്ങൾ അവിടെ ഇരുന്നുകൊണ്ട് അത്തരം കാര്യങ്ങൾ എല്ലാം ഇടപെട്ടാണ് കാര്യങ്ങൾ നടന്നിട്ടുള്ളത്. അതുകൊണ്ട് വേറെ അതിനകത്ത് ഒരു അനാസ്ഥ ഉണ്ടായില്ലെന്ന് മാത്രമല്ല, നിങ്ങൾ സമയബന്ധിതമായിട്ട് നിങ്ങൾ ആരെങ്കിലും ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റിന്റെ കൈകാര്യം പരിശോധിച്ചുള്ളൂ. 10:59 ഫയർഫോഴ്സ് JCB-കാരന് മെസ്സേജ് കൊടുത്തിരുന്നു. താമസിച്ചപ്പോൾ ഞാനാണ് വന്നിടപെട്ടിട്ട് എന്ത് താമസിക്കുന്നു പെട്ടെന്ന് വീണ്ടും വിളിച്ചില്ല. ഫയർഫോഴ്സ് ഓഫീസറോട് പറഞ്ഞു. അവിടെ 11:35-36 JCB കയറി വരുമ്പോൾ വലിയ രൂപത്തിൽ നമുക്ക് ബ്ലോക്കാണ്. കെട്ടടി ഇടിച്ചു പൊളിക്കേണ്ട സ്ഥിതി വരുമ്പോൾ രോഗികൾ താഴെ പോകും. അപ്പൊ പിന്നെ കാഷ്വാലിറ്റി എന്നുള്ള രോഗികളെ കൊണ്ടുവന്ന റൂട്ട് മാത്രമാണ് ഉള്ളത്. അതിലെ കയറ്റിക്കൊണ്ട് JCB ഇറ്റാച്ചി കയറി വരുമ്പോൾ അത് ഇടിഞ്ഞു താഴെ പോകാം. അതിനുള്ള ബലവത്താക്കിക്കൊണ്ടാണ് അതിലേക്ക് കയറി വരുന്നത്. ആ കയറി വരുമ്പോഴാണ് വാതിൽ കൂടി ഇത് കടക്കാതെ വന്നു. പിന്നെ ആ വാതില് ഇരുമ്പ് കമ്പിയാണ്, അത് മുഴുവൻ ആക്സോ കൊണ്ടുവന്ന് അറുത്ത് മുറിച്ച് മാറ്റിയിട്ടാണ് അത് കയറ്റി വരുന്നത്. നിങ്ങളാരും ആ ഭാഗം ശ്രദ്ധിക്കുന്നില്ല. യഥാർത്ഥത്തിൽ ആ JCB കയറി വന്ന സമയത്ത് ഇത്തരം തടസ്സങ്ങളുണ്ടായതാണ് അവിടെ ഒരു താമസം. ഇനി അതെല്ലാം നിങ്ങൾ എടുത്തു. ഇപ്പൊ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നിട്ടുണ്ട്, നിങ്ങൾ അതുകൂടെ പരിശോധിക്കും. ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കൃത്യമായി പറഞ്ഞിരിക്കുന്നു നേച്ചർ ഓഫ് ഡെത്ത്. അതിൽ കൃത്യമായി ഇൻസ്റ്റന്റ് ഡെത്താണ് പറയുന്നത്. എന്നുവെച്ചാൽ ഇത് വീണപ്പോൾ തന്നെ തലയൊട്ടി പൊട്ടി ഇത് സംഭവിക്കും. ശ്വാസം മുട്ടി അല്ല മരിച്ചിരിക്കും. അതോടെ വരുമ്പോഴാണ് അതിന്റെ കൃത്യത നിങ്ങൾക്ക് മനസ്സിലാക്കാൻ. അദ്ദേഹം ഉണ്ടല്ലോ ഇവിടെ, 2 പേരുണ്ട്, പ്രിൻസിപ്പലും സൂപ്പറും. ശരിക്കും ഈ രോഗികൾ ഉൾപ്പെടെ ശുചിമുറികൾ ഉപയോഗിച്ചിരുന്നു, ആ പഴയ കെട്ടിടത്തിൽ ഉപയോഗിച്ചിരുന്നു. അതെന്തുകൊണ്ടാണ് നിങ്ങൾ അറിയാതെ പോയത്? അറിയാണ്ട് പോയി ഒരിക്കലും പറഞ്ഞിട്ടില്ല. അത് ആശുപത്രിയിലെ ആ താഴത്തെ 2 നിലകളിലെ നമ്മളത് അതിന്റെ പുതിയ ഫണ്ടുകൾ ഇന്നാണ് നമ്മൾ PWD-ക്കാരുമായിട്ട് വിശദമായിട്ട് സംസാരിക്കുന്നത്. ഇന്നലത്തെ ഒരു സാഹചര്യം നിങ്ങൾക്ക് അറിയാവുന്നതാണ്. നമ്മൾ വിശദമായിട്ട് അതിന്റെ പേപ്പറുകളെല്ലാം പരിശോധിക്കുമ്പോൾ താഴത്തെ 2 കുളിമുറികൾ, ആ ശുചിമുറികൾ റിപ്പയർ ചെയ്യേണ്ട സമയത്ത് അവർ തന്നെ നോക്കുമ്പോൾ ആ ഭിത്തികളിൽ ഇടിച്ച് പ്ലാസ്റ്ററിങ് കളഞ്ഞ് ടൈല് മാറ്റി അതിലൊരു പണി നടത്തുന്നത് മോശമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ അപ്പുറത്ത് പുതിയ ശുചിമുറികൾ പണിയുകയും ഇത് പൂട്ടി, അത് പണിത് കഴിഞ്ഞിട്ടാണ് ഇത് പൂട്ടുന്നത്. ഓക്കെ. പിന്നെ ഈ ഒരു ബിൽഡിങ്ങിന് മൊത്തമായിട്ട് ഒരു ബലക്ഷയമുണ്ട്, ഇത് പരിശോധിക്കണം. 3 പരിശോധന ഇതൊരിക്കലും ഇവാക്യുവേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല. ഈ കുളിമുറിക്ക് പ്രത്യേകമായിട്ട് മറ്റ് ബിൽഡിങ്ങുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ കുളിമുറിക്ക് പ്രത്യേകമായിട്ട് ബലക്ഷയമുണ്ടെന്നും അത് മാത്രം ഉപയോഗിക്കരുതെന്നും എങ്ങും റിപ്പോർട്ടുകളില്ല. അപ്പോൾ നമ്മൾ ഇതിന്റെ താഴത്തെ ഭാഗത്തെ പണികൾ നടക്കുന്ന സമയത്താണ് ഇതിനെക്കുറിച്ച് പഠിക്കുക. അതിന്റെ ആ വെള്ളം ഒന്ന് വലിയാൻ വേണ്ടിയിട്ടാണ് അന്ന് താൽക്കാലികമായി അടച്ചിടുകയും പിന്നെ അത് കഴിഞ്ഞ് താൽക്കാലികമായിട്ട് അടച്ചിടുകയും പിന്നീട് അതിനുശേഷം ഇത് നമ്മൾ പിന്നീട് ഈ രോഗികളുടെ ബുദ്ധിമുട്ടും വിഷമതകളും, അതായത് അവർ വേറൊരു വാർഡിലേക്ക് ആളിനെ ചുമന്നുകൊണ്ടോ അല്ലെങ്കിൽ ട്രോളിയിലും വീൽചെയറിൽ ഷിഫ്റ്റ് ചെയ്ത് കണ്ട് മനസ്സിലാക്കിക്കൊണ്ട് താൽക്കാലികമായിട്ട് അത് തുറന്നു കൊടുക്കുകയായിരുന്നു. അത് ഇന്ന് PWD-ക്കാരത് വിശദമായിട്ട് പരിശോധിക്കുകയുണ്ടായി. അതിന്റെ പഴയ എല്ലാ ഇതും പരിശോധിക്കുകയുണ്ടായി. അത് അങ്ങനെ ആ ഒരു പ്രത്യേക കുളിമുറിക്ക് മാത്രമായിട്ട് ഇങ്ങനെ ഒരു അപകടാവസ്ഥ ഉള്ളതായിട്ട് എങ്ങും റിപ്പോർട്ട് ചെയ്തിട്ടില്ല.
ഈ ജനപ്രതിനിധികൾക്കെതിരെയുള്ള വിമർശനമൊക്കെ സ്വാഭാവികമാണ്. പക്ഷേ ഈ ഡോക്ടർ ജയകുമാറിനെ പോലെയുള്ള കേരളത്തിലെ ഏറ്റവും പ്രമുഖനായ ഒരു ഡോക്ടറെ കുറിച്ച് യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കളടക്കം അപകീർത്തികരമായ രീതിയിലുള്ള പരാമർശങ്ങളൊക്കെ നടത്തുന്നത് ശരിയായ രീതിയാണ്. ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങളത് ശ്രദ്ധാപൂർവം കേൾക്കേണ്ടത്. ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് എന്തുകൊണ്ടും ചോദിച്ചു. ഈ കോട്ടയം മെഡിക്കൽ കോളേജിന്റെ സൂപ്രണ്ട് ഡോക്ടർ ടി.കെ. ജയകുമാർ, അദ്ദേഹം ചെയ്യുന്ന പ്രവൃത്തി നിങ്ങൾ നോക്കിക്കാണേണ്ടത്. അദ്ദേഹത്തിന് സംസ്ഥാന ഗവൺമെന്റ് കേരളശ്രീ പദവി കൊടുത്ത് ആദരിച്ചതും സംസ്ഥാന ഗവൺമെന്റ് ബെസ്റ്റ് ഡോക്ടർക്കുള്ള അവാർഡ് കൊടുത്ത് ആദരിച്ചതും വെറുതെയായിരുന്നില്ല. അദ്ദേഹം ഒരു വർഷം 2000-ഓളം സർജറിക്ക് നേതൃത്വം കൊടുക്കുന്നുണ്ട്. കാർഡിയോതൊറാസിക് സർജറി, അത് ഓപ്പൺ ഹാർട്ട് സർജറി, ബൈപ്പാസ് സർജറി, വാൽവ് റീപ്ലേസ്, ഇത്തരം കാര്യങ്ങളിലെല്ലാം ഏറ്റവും കൂടുതൽ റെക്കോർഡിട്ട് ഓരോ വർഷം ചെയ്തുകൊണ്ടിരിക്കുന്ന ആശുപത്രി കോട്ടയം മെഡിക്കൽ കോളേജ്. അത്രയും റെക്കോർഡുണ്ടാക്കുന്നതിന്റെ പിന്നിൽ ഡോക്ടർ ടി.കെ. ജയകുമാറിന്റെ നിതാന്ത ജാഗ്രതയും കഠിനാധ്വാനവും അദ്ദേഹത്തിന്റെ ആത്മാർത്ഥത, അദ്ദേഹത്തിന്റെ കമ്മിറ്റ്മെന്റാണ്. അദ്ദേഹം ഏത് കാലഘട്ടത്തിലും, കോവിഡ് കാലഘട്ടത്തിൽ പോലും, ഞാൻ ഒരു കാര്യം പറയട്ടെ, കോവിഡ് കാലഘട്ടത്തിൽ എന്നും ഭക്ഷണം കൊടുക്കാൻ എടുത്തിക്കൊണ്ടിരുന്ന ഒരു എളിയ പൊതുപ്രവർത്തകനാണ്. ഞങ്ങൾ ആ കാലഘട്ടത്തിൽ ലോക്ഡൌൺ പ്രഖ്യാപിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടാണ് ഒരു 15,65,000 പേർക്ക് 2 വർഷം ഞങ്ങൾ കോവിഡ് കാലത്ത് ഭക്ഷണം കൊടുത്തിട്ടുണ്ട്, രോഗികൾക്ക് സൗജന്യമായി. ഈ സമയത്ത് ചെല്ലുമ്പോഴെല്ലാം ഈ ഡോക്ടറെ അന്വേഷിക്കുമ്പോൾ അദ്ദേഹം സർജറിയില്ല. ആ കാലത്ത് കേരളത്തിലെ പല മെഡിക്കൽ കോളേജും അടച്ചിട്ടു തിയേറ്റർ. പക്ഷേ മംഗലാപുരത്തു നിന്നും മധുരയിൽ നിന്നും വന്ന രോഗികളെ പോലും അന്ന് രാത്രി മെനക്കെട്ട് നിന്ന് സർജറി നടത്തിയിട്ട് എനിക്കറിയാം. 10 വയസ്സുകാരോട് അദ്ദേഹം കൈക്കൂലി വാങ്ങിക്കില്ല. ആർക്കും ഒരാക്ഷേപമില്ല. കയ്യിൽ നിന്ന് ശമ്പളം എടുത്തിട്ട് ചില രോഗികളെ അദ്ദേഹം രക്ഷപ്പെടുത്തുന്നുണ്ട്. ഞാൻ മറ്റ് 2-3 കാര്യം കൂടി സാക്ഷ്യപ്പെടുന്നു. ഒന്ന്, നമ്മുടെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ 10 ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ നടത്തിയ ഏക മെഡിക്കൽ കോളേജ് കോട്ടയം മെഡിക്കൽ കോളേജ്. 2, ഏറ്റവും കൂടുതൽ ഓപ്പൺ ഹാർട്ട് സർജറിയും വാൽവ് റീപ്ലേസും ബൈപ്പാസ് സർജറിയും നടത്തുന്ന മെഡിക്കൽ കോളേജ് കോട്ടയം മെഡിക്കൽ കോളേജാണ്. ഏറ്റവും കൂടുതൽ പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി നടത്തുന്ന മെഡിക്കൽ കോളേജ് കോട്ടയം മെഡിക്കൽ കോളേജായിട്ട് 3 പ്രാവശ്യം ഇന്ത്യയിൽ തന്നെ റെക്കോർഡിട്ട് മുന്നിൽ വന്നിരിക്കുന്നു. അതിൽ അന്നത്തെ ഡോക്ടർ വി. എൻ. ജയപ്രകാശും സാറും അതിന്റെ നേതൃത്വപരമായ പങ്കുവച്ചിരുന്നവർ. അതേപോലെ തന്നെ ഒരുപക്ഷെ ആദ്യത്തെ ടെസ്റ്റ് ശിശു ജനിച്ച സ്ഥലം കോട്ടയം മെഡിക്കൽ കോളേജ്. ആദ്യത്തെ ട്രോമ ഐസിയിലെ 1000-ൽ പരം കീഹോൾ സർജറി നടന്ന ആദ്യം കോട്ടയം മെഡിക്കൽ കോളേജാണ്. ആദ്യത്തെ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ നടത്തുന്ന മെഡിക്കൽ കോളേജ് കോട്ടയം മെഡിക്കൽ കോളേജ്. ഇപ്പോൾ 7 ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ നടന്നിരിക്കും. ഇങ്ങനെ പാവപ്പെട്ടവന് 10, 40, 50 ലക്ഷം ചെലവിടേണ്ടി വരുന്ന ഈ വലിയ ശുശ്രൂഷകൾ ചുരുങ്ങിയ പൈസയ്ക്ക് ചെയ്തു കൊടുത്ത് ഈ മെഡിക്കൽ കോളേജിനെ ഈ നിലയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്ന ഏറ്റവും സത്യസന്ധനായ ആത്മാർത്ഥതയുള്ള 100%, അത് 24, ചിലപ്പോൾ 2-3 മണിക്കൂർ ചിലപ്പോഴൊക്കെ ഉറങ്ങാറുള്ളൂ. നമ്മൾ രോഗിയുടെ കാര്യം വല്ലതും നോക്കും വിളിച്ചു പറഞ്ഞാൽ ഓപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കും, ഫോൺ എടുത്തിട്ട് കാര്യങ്ങൾ തിരിച്ച് സംസാരിക്കും. രോഗിയെ ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ രോഗി ബോധം വീട്ട് അത് ആശുപത്രിയിൽ നിന്ന് പോകും. ഇങ്ങനെയുള്ളൊരു ഡോക്ടറെ കുറിച്ച് അത്തരം ആക്ഷേപങ്ങൾ വിളിച്ചു പറയാൻ ഈ പറയുന്നവരുടെ സ്വഭാവവും ആ സംഘടനയുടെ ശീലവുമായിരിക്കാം. ഒരിക്കലും നമുക്ക് ഇദ്ദേഹത്തെ അറിയാവുന്നവരും പൊതുസമൂഹം ഒരിക്കലും അംഗീകരിക്കുന്നില്ല. ഇപ്പോൾ ഇദ്ദേഹത്തെക്കുറിച്ച് എന്തെങ്കിലും അനാവശ്യം പറഞ്ഞാൽ ദൈവതുല്യമായി അങ്ങേരെ കാണുന്ന ഒരു സമൂഹം ഈ നാട്ടിലുണ്ട്. അത്രത്തോളം ആളുകളെ രക്ഷപ്പെടുത്തിയ ആളാണ് ഡോക്ടർ ടി.കെ. ജയകുമാർ. ഞാനിത് വെറുതെ പറയുന്നില്ല, ഞാൻ സാക്ഷിയാണ് പലപ്പോഴും. അങ്ങനെയുള്ള ഡോക്ടറെ കുറിച്ച് ഞാൻ അനാവശ്യം പറയാം. അങ്ങനെ ആരെക്കുറിച്ച് ഒരു അനാവശ്യം പറയില്ല. ഇതൊക്കെ പറയുന്ന ആ സംഘടനയെക്കുറിച്ച് പോലും അദ്ദേഹം അനാവശ്യം പറയില്ല. ഞങ്ങളൊക്കെ പിന്നെ രാഷ്ട്രീയ പ്രവർത്തകരുടെ ഭാഗമായിട്ട് ഇത് പറയുന്നുണ്ട്. പക്ഷേ അദ്ദേഹം ആരെക്കുറിച്ചും അനാവശ്യം പറയില്ല. നിങ്ങളങ്ങനോട് സംസാരിച്ചു നോക്കും. എത്ര സൗമ്യ ഭാഷയിലാണ് കാര്യങ്ങൾ. ഏറ്റവും വിനയാന്വിതനായി നിന്നിട്ട് ഒരഹന്തയില്ലാതെ അങ്ങനെയുടെ ഒരു അപ്പോയിന്റ്മെന്റിന് വേണ്ടി കാത്തു നിൽക്കുന്ന എത്രയോ ആളുകളുണ്ട്. അങ്ങനെയുള്ള ഒരു നല്ല നിലയിൽ നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങൾ മാത്രം ചെയ്യുന്ന ഒരു ഡോക്ടർ അങ്ങനെക്കുറിച്ച് അനാവശ്യം പറയാമോ? അങ്ങനെ ഒരിക്കലും ആരെക്കുറിച്ച് ഒരാക്ഷേപം പറഞ്ഞ് ആരെയും കളങ്കപ്പെടുത്താൻ വരുന്ന ആളല്ല. അപ്പൊ ചില ആളുകൾ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞ ഞാനും കേൾക്കാം. എനിക്ക് കേട്ടപ്പോൾ വല്ലാത്ത ഫീലിങ്സ് തോന്നി. നമുക്കൊക്കെ എന്ത് വേണമെങ്കിലും കേൾക്കാൻ ബാധ്യസ്ഥരാണ്. പക്ഷേ ഇത്രയും സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന ഒരു മനുഷ്യൻ ആക്ഷേപം കേൾക്കേണ്ടതുണ്ടോ? ആകെ വേണമെങ്കിൽ പ്രൈവറ്റിലേക്ക് പോയാൽ അദ്ദേഹത്തിന് കോടികൾ കൊടുത്ത് കൊത്തിയെടുത്തുകൊണ്ട് പോകാൻ പ്രൈവറ്റ് ആശുപത്രിക്കാരൻ എങ്ങനെ പോലും ഡോക്ടറെ കിട്ടും. ഇത്രയും എഫിഷ്യന്റ് ആയിട്ടുള്ള, ഇത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള, ഇത്രയും അദ്ദേഹത്തെ കമ്മിറ്റ്മെന്റോടുകൂടി ഒരു ജോലി ചെയ്യുന്നത്. ഞാൻ ഒരുപാട് ഡോക്ടർമാരെ മെഡിക്കൽ കോളേജിലെയും എല്ലാ സ്ഥലത്തെയും, കേരളത്തിലെ എല്ലാ മെഡിക്കൽ കോളേജിലും പോയിട്ടുള്ള ആളാണ്. എല്ലാ നിലയിലുള്ള ഡോക്ടർമാരുമായിട്ട് സൗഹൃദമുണ്ട്. പക്ഷേ ഇത്രയേറെ കമ്മിറ്റ്മെന്റോടുകൂടി ഒരു സൂപ്രണ്ട് എന്ന രൂപത്തിൽ അഡ്മിനിസ്ട്രേഷന്റെ രംഗത്തും ഭിഷഗ്വരൻ എന്ന രൂപത്തിൽ തന്റെ വൈദഗ്ധ്യം പ്രകടിപ്പിച്ചും സർജറിയുടെ രംഗത്തും എല്ലാം ഒരു ഓൾറൗണ്ടറായി നിന്നുകൊണ്ട് പബ്ലിക്കിനോടുള്ള സമീപനം നിങ്ങൾ പരിശോധിക്കും. എത്ര വിനയാന്യനായിട്ടുള്ള അങ്ങനെ ഇടപെടുന്നത്. പല സ്ഥലത്ത് ഈ അടുത്ത കാലത്ത് പള്ളിക്കത്തോട്ടിലെ ഒരു രോഗി കേരളത്തിലെ അല്ല ഇന്ത്യയിലെ പല ആശുപത്രിയിലും പോയിട്ട് നടക്കാത്ത ഈ പുറത്തൊരു ട്യൂമർ വന്നിട്ട് 42 കിലോ ഉണ്ടായി. എല്ലാവരും ഒഴിവാക്കി വിട്ടു. അദ്ദേഹമാണ് അദ്ദേഹത്തെ സർജറി നടത്തി. അദ്ദേഹം വന്ന് കാൽക്കൽ വീഴുന്ന രംഗത്തിന് ഞാൻ സാക്ഷിയാണ്.
അങ്ങനെ ഈ മെഡിക്കൽ കോളേജിനെ അദ്ദേഹം സ്വന്തം കുടുംബം പോലെ വളർത്തിയെടുത്ത് മുന്നോട്ട് പോകുന്നു. ചികിത്സയുടെ കാര്യത്തിൽ വിമർശനമൊന്നുമില്ല. പക്ഷേ പക്ഷെ അദ്ദേഹം ചോദിച്ചുകൊണ്ട് ഞാൻ പറയാം, അവിടുത്തെ അടിസ്ഥാന സൗകര്യം പ്രത്യേകിച്ച് ആ ബിൽഡിങ്ങിന്റെ കാര്യത്തിലും അദ്ദേഹം നിങ്ങൾ കേക്ക് ആ വിലക്ഷയത്തിന്റെ കാര്യത്തിലും അദ്ദേഹം തന്നെ മുൻകൈ എടുത്ത് ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ എല്ലാത്തിനും കൂടെ നിൽക്കുന്നു. അദ്ദേഹം ആദ്യം തൊറാസിക് സർജറിയുടെ പ്രോജക്ട് ഉണ്ടാക്കി എന്നെ തന്നപ്പോൾ അന്ന് ശ്രീമതി ടീച്ചറായിരുന്നു ആരോഗ്യമന്ത്രി. ഞാൻ അദ്ദേഹത്തിന് അത് പാസ്സാക്കി കോട്ടയം MLA ആയിരിക്കുന്ന കാലത്തിൽ 27 പൊക്കം ഓർഡർ തന്നു ശ്രീമതി ടീച്ചർ. അതുകൊണ്ട് കൊടുത്താണ് അദ്ദേഹം ഈ ഓപ്പൺ ഹാർട്ട് സർജറി, ബൈപ്പാസ് സർജറി, വാൽവ് റീപ്ലേസ്മെന്റ് തുടങ്ങിയത്. 1000 സർജറി കഴിഞ്ഞപ്പോൾ ഞങ്ങളെല്ലാം വിളിച്ച് ഗെറ്റ് ടുഗദർ ഉണ്ടായിരുന്നു.